തൃശൂർ ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ നഴ്സുമാർ നടത്തിയ ഉപരോധം അവസാനിപ്പിച്ചു. നാളെ തിരുവനന്തപുരത്ത് മന്ത്രിയുമായി ചർച്ച നടത്താം എന്ന ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ജില്ലാ ലേബർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. നടരാജ് പരശുറാം ചേരുകയാണ്. നടരാജ്, അവിടെ നഴ്സുമാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തി വീശുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. പിന്നാലെയാണ് മന്ത്രി ചർച്ചയ്ക്ക് നാളെ ചർച്ച നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ നഴ്സുമാരുടെ ആവശ്യം? അത് പരിഗണിക്കാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് നടരാജ്? മഹേഷ്, തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രി, അതുപോലെ അമല ആശുപത്രി, ഈ രണ്ട് ആശുപത്രിയിലും ഇതുവരെ നഴ്സുമാരുടെ വേതനം, അവർ ആവശ്യപ്പെടുന്ന വേതന നിരക്ക് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും സർക്കാർ പറയുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോഴും നഴ്സുമാരുടെ വേതനത്തോട് അനുകൂലമായ ഒരു നിലപാട് അവിടെ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നഴ്സുമാരുടെ സമരമുണ്ട് ഈ രണ്ട് ആശുപത്രികളിലും. ഇവിടെ നഴ്സുമാർക്ക് പകരം മറ്റു നഴ്സുമാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്നെന്നും ജൂനിയർ നഴ്സുമാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്നെന്നും ബാക്കിയുള്ളവരെ ചൂഷണം ചെയ്യുന്നുവെന്നുമാണ് UNA ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ അവർ ജില്ലാ ലേബർ ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലൊന്നും നടപടിയില്ല എന്നതിനാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിലേക്ക് നടത്തിയത്. കളക്ടറേറ്റിനകത്താണ് ലേബർ ഓഫീസ് ഉള്ളത്. ഈ മാർച്ചിൽ തടഞ്ഞു. ഉടൻ തന്നെ കളക്ടറേറ്റിനകത്തേക്ക് നഴ്സുമാർ പ്രവേശിച്ചു. ഇതോടുകൂടിയാണ് പോലീസ് ലാത്തി വീശിയത്. അതിനുശേഷം ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ നഴ്സുമാർ ഉപരോധിക്കുകയായിരുന്നു. ഉപരോധം തുടർന്നുകൊടുക്കുകയാണ്. നാളെ ഈ വിഷയത്തിൽ ചർച്ചയാവാം, മന്ത്രിതല ചർച്ച തിരുവനന്തപുരത്ത് നടത്താം എന്നുള്ള തീരുമാനം വന്നത്. ഈ തീരുമാനം വന്നതോടുകൂടി നഴ്സുമാർ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് നഴ്സുമാർ ഉപരോധം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. എന്തായാലും പ്രതിഷേധത്തിനിടയിൽ അതിചർച്ച രീതിയിൽ ഉണ്ടായെങ്കിലും നാളെ ഈ വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നഴ്സുമാരുള്ളത്. പ്രദേശത്ത് ഉപരോധം അവസാനിപ്പിച്ച് നഴ്സുമാർ മടങ്ങിയിട്ടുണ്ട്.